വളർത്തുന്നത്. മാതാപിതാക്കൾ ഭീതിയിലാണ്. കുഞ്ഞുങ്ങളെ കോളേജിൽ അയപ്പിക്കാൻ പേടിയാണ്. പ്രൊഫഷണൽ കോളേജുകളിലൊക്കെ പേടിയാണ്. ഇവർ ഗുണ്ടാ സംഘമാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കാം. സിദ്ധാർത്ഥ് കൊച്ചിയിലെത്തി അമ്മയെ കാണാൻ, അല്ലേ? അമ്മയെ കാണാൻ വയനാട് നിന്ന് കൊച്ചിയിലെത്തി. കൊച്ചിയിലെത്തുമ്പോൾ അവന് ഭീഷണിയാണ്, തിരിച്ചു വരാൻ പറഞ്ഞു. തിരിച്ചു പോയാൽ മർദ്ദനമേക്കുമെന്ന് ഉറപ്പാണ്, അല്ലേ? ഉറപ്പാണ്. എന്നിട്ടും ഉറപ്പായി മർദ്ദനമേക്കുമെന്ന് പറഞ്ഞിട്ടും തിരിച്ചു പോവുക. അത്ര ഭീതിയായിരുന്നു ആ കുഞ്ഞിന്റെ മനസ്സിൽ, അത്ര ഭീതി. ആ ഭീതിയുടെ ആഴം നിങ്ങളൊന്ന് നടന്നു നോക്കി. ഞാൻ കൊച്ചിയിൽ നിന്ന് തിരിച്ച് എന്തിനാ പോണ വയനാട്ടിലേക്ക് അടിമേടിക്കാൻ? പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ല. പോയില്ലെങ്കിൽ എനിക്ക് പിന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല. എന്റെ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിക്കുകയാണ്. എനിക്ക് പിന്നെ അവിടെ പഠിക്കാൻ പറ്റില്ല. എന്നാ കുട്ടിയുടെ മനസ്സിലെ ഭീതിയുടെ ആഴം 130 പേര് നോക്കി നിൽക്കുമ്പോഴാണ് വിവസ്ത്രനാക്കി മർദ്ദിച്ചത്. ഒരു കുട്ടി പോലും പുറത്തു പറഞ്ഞില്ല. ആ 130 കുട്ടികളുടെ മനസ്സിന്റെ അകത്തെ ഭീതിയുടെ ആഴം നിങ്ങൾ അളന്നോ? അതാണ് ഈ പിണറായി ഭരണം കേരളത്തിലെ അമ്മമാർക്കും മാതാപിതാക്കളും അവരുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുത്തത് എന്ന് മാത്രം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. സിദ്ധാർത്ഥിന്റെ കേസ് CBI അന്വേഷിക്കുകയാണെങ്കിലും ഞങ്ങൾ ഇത് തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാക്കും. കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ മനസ്സെല്ലാവരുടെയും തകർന്നു പോകുന്ന ഒരു കാര്യമാണ്. ഇവരിപ്പോഴും തുടരുക. SFI കേരളത്തിലെ ജനങ്ങളോട് പറയാണ്, ഞങ്ങൾ ഇനിയും ഇത് തുടരും എന്നാണ് പറയുന്നത്. ഇനിയും ഞങ്ങൾ ഇത് ചെയ്യും. അതാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ യുവജനോത്സവത്തിന്റെ ക്യാമ്പസിൽ നിന്നും ഈ ക്രിമിനൽ സംഘടന കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുന്നു. ME ഗോവിന്ദൻ ആദ്യം ജയരാജനോട് ചോദിക്കാൻ പറ. EP ജയരാജൻ തന്നെ പറഞ്ഞു കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ BJP 2ാം സ്ഥാനത്ത് വരുമെന്ന്. എന്റെ അർത്ഥം എന്താ? EP ജയരാജൻ BJP 2ാം സ്ഥാനത്ത് വരുമെന്ന് പറഞ്ഞ എല്ലാ സ്ഥലത്തും LDF 3ാം സ്ഥാനത്ത് പോകുന്ന, അങ്ങനെയല്ലേ സംഭവിക്കുള്ളൂ, അല്ലേ? LDF 3ാം സ്ഥാനത്ത് പോകുന്ന LDF കൺവീനറാണ്, NDAയുടെ ചെയർമാനാണെന്ന് എനിക്ക് സംശയം. അതെ, ഞങ്ങൾക്ക് ലോകസഭയിൽ അംഗങ്ങളെ വർദ്ധിപ്പിക്കുക. അത് ഞാൻ അതിന് മറുപടി പറയാം. ഞങ്ങളുടെ പരിപാടി എന്താ? നരേന്ദ്രമോദി ഭരണകൂടത്തെ താഴെ ഇറക്കി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഭരണം ഡൽഹിയിലുണ്ടാവുക. ഭരണകക്ഷത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. CPM മത്സരിക്കുന്നത് എന്തിനാ? പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി. അതാ വ്യത്യാസം.